മേഘാലയയിലെ ഷില്ലോങ്ങിൽ PG ഡോക്ടേഴ്സിന്റെ നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കോഴ്സിന് അംഗീകാരം ലഭിച്ചില്ലെന്നാരോപിച്ച മലയാളികളടക്കമുള്ള PG ഡോക്ടേഴ്സാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം പറയൂ. ഗുഡ് മോർണിംഗ് SKN. മേഘാലയയിലെ ഷില്ലോങ്ങിലെ നോർത്ത് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതിയിലെ PG വിദ്യാർത്ഥികളാണ് നിരാഹാര സമരം നടത്തുന്നത്. 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ നിരാഹാര സമരം. 2 മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള PG വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ സമരം നടത്തുന്നത്. ഇവരുടെ ആരോഗ്യനില നിലവിൽ അതീവ മോശമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതീവ ഗുരുതരമായ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ സമരം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് ഒരു കേന്ദ്ര സ്ഥാപനമാണ്. കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഒരു വർഷം മുമ്പ് ഇവർ അഡ്മിഷൻ നേടുന്നു. നീറ്റ് പരീക്ഷ പാസ്സായാണ് അഡ്മിഷൻ നേടുന്നത്. ആ ഘട്ടത്തിൽ ഇവർക്ക് അംഗീകാരമുണ്ട് കോഴ്സിന് എന്ന അധികൃതർ പറഞ്ഞത് വിശ്വസിച്ച് സാധാരണ നിലയിൽ ഒരു കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിലുള്ള കേന്ദ്ര സ്ഥാപനത്തിൽ അഡ്മിഷൻ ഇത്തരത്തിൽ അംഗീകാരമില്ലാത്ത കോഴ്സ് ഉണ്ടാവുക പതിവില്ല. ഇത്തരത്തിൽ അഡ്മിഷൻ നേടിയ ഇവർക്ക് പിന്നീടാണ് കോഴ്സിന് ഇതുവരെയും അഫിലിയേഷൻ ലഭിച്ചിട്ടില്ല എന്നറിയുന്നത്. ഒപ്പം തന്നെ PG വിദ്യാർത്ഥികൾക്ക് സാധാരണ നിലയിൽ മാസം തോറും 60,000 രൂപ സ്റ്റൈപ്പൻഡ് ഉണ്ട്. അതിൽ 1 രൂപ പോലും. ഒരു നിമിഷം ബൽറാം, ഹരിത അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഹരിത, ഗുഡ് മോർണിംഗ്. ഹരിത, ഈ സമരം യഥാർത്ഥത്തിൽ ഇപ്പോഴും കാണാൻ തീരുമെന്ന് പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? അതിലൊരു പ്രതീക്ഷയില്ല. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാല് 8 PG സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുത്തത്. അവർ കഴിഞ്ഞ 2023 നവംബറിലാണ് അഡ്മിഷൻ എടുത്തത്. പിന്നെ അവർക്ക് കുറെ കാലം സ്റ്റൈപ്പൻഡ് ഡിലേ ആയിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ച് പുതിയ കോളേജല്ലേ, ഇവരാണ് ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ വിചാരിച്ച് എന്തായാലും പുതിയ കോളേജല്ലേ, ടൈം എടുക്കുമായിരിക്കും. പിന്നെ കുറെ ആപ്ലിക്കേഷൻ എഴുതി, കോളേജിൽ ആപ്ലിക്കേഷൻ എഴുതി, മിനിസ്ട്രി ലെവലിൽ ആപ്ലിക്കേഷൻ എഴുതി, എന്നിട്ട് ഒരു റെസ്പോൺസ് ഇതുവരെ ഉണ്ടായില്ല. പിന്നീടാണ് അറിയുന്നത്, ഒരു 4 മാസം മുമ്പാണ് ഇവർ അറിയുന്നത് ഇവർക്ക് അഫിലിയേഷൻ ഇല്ലാതെ ഇല്ലീഗലായിട്ടാണ് ഇവർ കോളേജിൽ അഡ്മിഷൻ എടുത്തത് എന്ന്. അങ്ങനെ ഗൈഡ് ഇല്ല ഇവർക്ക്, സ്റ്റൈപ്പൻഡ് ഇല്ല. അങ്ങനെ ഇവർ മൊത്തത്തിൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു ഡോക്ടർ ഹരിത. ബൽറാം നെടുങ്ങാടി തുടരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയൂ. SKN ഒരു കേന്ദ്ര സ്ഥാപനം, ഒരു കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ കോഴ്സിന് അഡ്മിഷൻ നേടുമ്പോൾ അവർ ഇത്തരത്തിൽ അഫിലിയേഷൻ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചില്ല. തുടർന്ന് വളരെ വൈകി, ഹരിത സൂചിപ്പിച്ച പോലെ 4 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അഫിലിയേഷൻ ഇല്ല എന്നറിയുന്നത്. ഇവർക്ക് ലഭിക്കേണ്ട സ്റ്റൈപ്പൻഡ് 1 രൂപ പോലും ഇതുവരെ നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള പുരോഗതിയോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഫിലിയേഷൻ ഇല്ലാത്തത് എന്ന് സംബന്ധിച്ച് വ്യക്തത വരുത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല. എപ്പോഴായിരിക്കും ഇവരുടെ കോഴ്സ് അതിന് അഫിലിയേഷൻ ലഭിക്കുക എന്ന് വ്യക്തതയില്ല. ഒപ്പം തന്നെ PG ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത്തരത്തിലൊരു ഗൈഡ് പോലും ഈ സ്ഥാപനത്തിൽ ഇല്ല എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. നിലവിൽ ഈ 8 PG വിദ്യാർത്ഥികളുടെ പ്രശ്നമാണെങ്കിൽ പോലും സ്ഥാപനത്തിലെ UG PG വിദ്യാർത്ഥികൾ മുഴുവനായും ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 8 പേരുടെ നിരാഹാര സമരം തുടരുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഇൻചാർജോ അഡീഷണൽ ഡയറക്ടർ അടക്കമുള്ളവർ ഡൽഹിയിലാണ് എന്നാണ് ഇവർക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇതുവരെയും ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുമ്പോഴും ചർച്ചയ്ക്ക് പോലുമുള്ള സാധ്യത ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. SKN.